ഇസ്രയേലിന്റെ വലിയ പിന്തുണയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ത് നടപടി സ്വീകരിച്ചാലും ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയെ അറിയിച്ചിരിക്കുന്നത്. പോരാത്തതിന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് പ്രതികാര നടപടി എത്രയും വേഗം സ്വീകരിക്കണം, എന്ത് നിലപാടെടുത്താലും കട്ടയ്ക്ക് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഇസ്രായേൽ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ആക്രമണം രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയിരിക്കുന്നു എന്നുള്ള ഇതിന്റെ സൂചന തന്നെയാണ് ലോക നേതാക്കൾ നരേന്ദ്രമോദി പിന്നിൽ അണിനിരക്കുന്നത്. ലോകത്തെ മുഴുവൻ ഇത് പിടിച്ചുകുലുക്കി വിനോദസഞ്ചാരികൾക്ക് നേരെ തീവ്രവാദികൾ വലിയ രീതിയിൽ വെടിയുതിർക്കുകയും 28 പേർ കൊല്ലപ്പെടുകയും ചെയ്തതോടെ രാജ്യമെമ്പാടുമല്ല ലോകമെമ്പാടും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചൈന ഇതിൽ നടുക്കം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. എപ്പോഴും ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൽ സന്തോഷിക്കുന്ന ചൈന ഇപ്പോൾ ഇന്ത്യയോട് അടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നടുക്കം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ചൈനീസ് സർക്കാർ ഇത് അപലപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മറുവശത്ത് ആക്രമണങ്ങൾക്ക് ലോകമെമ്പാടും പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണത്തിനിടയിൽ ഇസ്രായേൽ ഇന്ത്യയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്യത്തെ നടക്കിയ സംഭവത്തിൽ കുറ്റവാളികൾ എപ്പോഴും നമ്മെ ഭയപ്പെടുത്താൻ പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നാണ് ഇസ്രായേൽ അംബാസിഡർ റൂബൻ അസർ പറഞ്ഞത്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ തീർച്ചയായും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്നും അവർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമ്മൾ അറിയണം. ഇത്തരം ആളുകൾ ഇത്തരം പ്രവർത്തികൾ തുടർന്നും ചെയ്യുമെന്നിരുന്നാലും നമ്മൾ കൂടുതൽ ദൃഢനിശ്ചയം ചെയ്ത പ്രതികാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് ഇസ്രായേലിന്റെ നിരുപാധികമായിട്ടുള്ള പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ തിരിച്ചടിക്കണമെന്ന് നമ്മൾ ഇന്ത്യക്ക് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം എവിടെ അടിക്കണം, എങ്ങനെ അടിക്കണം, എപ്പോഴടിക്കണം എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ സർക്കാരിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. പോരാത്തതിന് ഇത്തരം പ്രവൃത്തികൾക്കെതിരെ എങ്ങനെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യക്ക് അറിയാമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു പ്രതികരണം വന്നിരിക്കുന്നു. സർക്കാരിന്റെ ശ്രമങ്ങൾ കാരണം സ്ഥിതിഗതികൾ എങ്ങനെ സുസ്ഥിരമായി എന്ന് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ സർക്കാർ എന്ന് പറയുന്നത്. പോരാത്തതിന് ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നതിനെ കുറിച്ച് ഒരുമിച്ച് സഹകരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. ബുദ്ധിശക്തിയായാലും സാങ്കേതിക രീതികളിലായാലും പരസ്പരം മനസ്സിലാക്കാൻ എല്ലാ മേഖലകളിലും തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ഇന്ത്യക്ക് നിരുപാധികമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിർത്തിക്കപ്പുറത്തുള്ള സ്ഥിതിഗതികളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയും പുറത്തു വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. ഏതെങ്കിലും വിഷയങ്ങളിൽ എന്തു ചെയ്യണമെന്ന് ഇസ്രായേൽ പറയില്ല എന്ന് ഇസ്രായേൽ അംബാസഡർ ഊന്നി പറയുന്നു. അതിർത്തിക്കപ്പുറത്തെക്കുറിച്ചുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചും ഇന്ത്യൻ സർക്കാരിനും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും നല്ല ധാരണയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാങ്കേതിക വിദ്യ, ഇന്റലിജൻസ് എന്നിവയുടെ കാര്യത്തിൽ സഹകരണത്തിലാണ് ഞങ്ങൾ പൊതുവെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ തുടർന്നും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണിത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സൗദി അറേബ്യ സംയുക്തമായിട്ടുള്ള പ്രസ്താവന ഇറക്കുന്നു. വ്ളാദിമിർ പുതിൻ പാകിസ്ഥാന് താക്കീത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്കൻ സർക്കാർ ഇത് വലിയ രീതിയിൽ അപലപിക്കുന്നു. ചൈന പോലും നടുക്കം രേഖപ്പെടുത്തുന്നു. ഇറാൻ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നു. പാകിസ്ഥാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.